പണ്ടൊരിക്കൽ വായിച്ച സംഭവമാണ്. ഒരിക്കൽ കത്തോലിക്കനും ഒരു പെന്തക്കോസ്തക്കാരനും കാണാനിടയായി. പരസ്പരം അവർ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ആ പെന്തക്കോസ്തക്കാരൻ കത്തോലിക്കക്കാരനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്നില്ല, ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. പക്ഷേ ഞങ്ങളാണ് അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവ്യകാരുണ്യത്തെ താണു വണങ്ങി ആരാധിക്കുമായിരുന്നു, ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും അകലാതിരിക്കുമായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ട് അത്രത്തോളം ആഴത്തിൽ അതിനെ സ്നേഹിക്കാതെ പോകുന്നു? എൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ ഓർമ്മ വന്ന സംഭവമാണിത്. കാരണം ഇത് സുവിശേഷത്തിൽ യേശുവിന് ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ ഉപമകളിലൂടെ എല്ലാവരോടും സംസാരിക്കുന്നത്? ഇപ്പോൾ യേശു ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തുന്നുണ്ട്. 3 കൂട്ടർ മനുഷ്യരെക്കുറിച്ചാണ് ഇന്ന് ഗോസ്പലിൽ യേശു ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, കണ്ണുണ്ടായിട്ട് കണ്ടവരും കാതുണ്ടായിട്ട് കേട്ടവരും ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയവരും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർക്ക് കാര്യങ്ങൾ കാണാനും പറ്റിയിട്ടില്ല, കേൾക്കാനും പറ്റിയിട്ടില്ല, ഹൃദയത്തിൽ ഗ്രഹിക്കാനും പറ്റിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർ കണ്ണുണ്ട് പക്ഷെ അവരുടെ കണ്ണടഞ്ഞു പോയി, അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാതുണ്ട് പക്ഷേ കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ കാതിനെ മന്ദീഭവിച്ചിരിക്കുകയാണ്, ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അതിനെ കഠിനമാക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി മനുഷ്യർ ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സാധ്യതകളുണ്ട്, എന്തിനും സാധ്യതകളാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ സാധ്യതയുണ്ട്, സ്നേഹത്തിൻ്റെ കാര്യങ്ങളിൽ സാധ്യതയുണ്ട്, പരസ്പരം നന്മ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും സാധ്യതയുണ്ടായിട്ടും ചില മനുഷ്യരൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെയും കേട്ടിട്ടും കേൾക്കാത്ത പോലെയും ഹൃദയത്തിൽ ഇങ്ങനെ കഠിനമാക്കിയൊക്കെ ജീവിക്കുന്നുണ്ട്. അത് ശരിയല്ല. അതാണ് യേശു എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ കൂട്ടർ വലിയ ഡേഞ്ചറാണ്. ആദ്യത്തെ കൂട്ടർ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, രണ്ടാമത്തെ കൂട്ടർക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പക്ഷെ മൂന്നാമത്തെ കൂട്ടർ അതിനെ വകവയ്ക്കുന്നില്ല. വകവയ്ക്കാതെ പോകുന്ന മനുഷ്യരെക്കുറിച്ച് ഗോസ്പലിൽ പറയുമ്പോൾ ആ കാറ്റഗറിയിലാണോ നമ്മൾ? ഇതിലേതൊക്കെയോ കാറ്റഗറിയിൽ നമ്മളും പെടുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഏതൊക്കെയോ കാറ്റഗറിയിൽ നമ്മളും പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ജീവിതം കുറച്ചും കൂടി മാറ്റി ചിന്തിക്കാനുള്ള സമയമാണ് ഈ കാലഘട്ടം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. No
സഹിതാശകളും